വീട്ടിലേക്കുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കത്തിനൊടുവിൽ ഒരു മധ്യവയസ്കൻ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ വിഭാഗീയത സൃഷ്ടിച്ച് മുതലെടുക്കാനുള്ള ചേളാരി സമസ്തക്കാരുടെ ഹീനശ്രമം വിഫലമായി. മംഗലാപുരത്തിനടുത്ത കാവൂർ അംബികാനഗറിൽ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന കൊലപാതകം നാടിനെ നടുക്കുന്നതായിരുന്നു. കാവൂർ അംബികാനഗർ ഹസൻലബയുടെ മകൻ മുഹമ്മദാണ് കുത്തേറ്റു മരിച്ചത്. സംഭവത്തെ തുടർന്ന് ഇമ്രാൻ, അബ്ദുൽ നാസർ, കലന്തർ ഷാഫി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദിന്റെ വീട്ടിലേക്കുള്ള റോഡുമായി ബന്ധപ്പെട്ട് അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. തർക്കത്തിലും കൊലപാതകത്തിലും സംഘടനാപരമായ യാതൊരു വിഷയവും ഉണ്ടായിട്ടില്ല. ഇതു സംബന്ധമായി മംഗലാപുരത്തു നിന്നും പുറത്തിറങ്ങിയ പത്രങ്ങളിലെല്ലാം അതിർത്തി തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമാക്കി വാർത്ത വന്നിട്ടുണ്ട്. കന്നഡ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് വീഡിയോ ദൃശ്യത്തിൽ കാണുന്നത്. എന്നാൽ സംഭവം കഴിഞ്ഞ് 6 ദിവസം പിന്നിടുമ്പോഴാണ് കേരളത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന ചേളാരി പത്രത്തിൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം സുന്നികളുടെയും SSFന്റെയും തലയിൽ കെട്ടിവെക്കുന്നത്. 100% കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്നവർ മാത്രം താമസിക്കുന്ന ഈ പ്രദേശത്ത് പുറത്തുനിന്നും ഇടപെട്ട് ചിലർ ഭിന്നതയ്ക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും അവിടെ വിലപ്പോയിരുന്നില്ല. പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന SSF ഓഫീസുമായി ബന്ധപ്പെട്ടും ആർക്കും തർക്കമില്ല. എന്നാൽ ഇവിടെ തർക്കമുണ്ടെന്ന് വരുത്താനും യാദൃശ്ചികമായുണ്ടായ കൊലപാതകത്തിൽ ഉത്തരവാദിത്തം സുന്നികളുടെ മേൽ വെച്ചുകെട്ടാനും നടത്തിയ ശ്രമങ്ങൾ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ചേളാരി പത്രത്തിൽ പരാമർശിക്കുന്ന വിഷയങ്ങളത്രയും 100% നുണയാണെന്ന് നാട്ടുകാർ പറയുന്നു. തദ്ദേശീയരറിയാത്ത തർക്കങ്ങളും വിവാദങ്ങളും കെട്ടിച്ചമച്ചതിലൂടെ ചേളാരി വിഭാഗം മംഗലാപുരം മേഖലയിലും പരിഹാസ്യരായിരിക്കുകയാണ്. മംഗലാപുരത്ത് നടന്ന കൊലപാതകത്തെക്കുറിച്ച് SSF കർണാടക മുൻ സംസ്ഥാന പ്രസിഡന്റും SYS സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അബ്ദുറഷീദ് സഖാഫി സൈനി കക്കിഞ്ച KMIC ന്യൂസിനോട് പ്രതികരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മംഗളൂർ താലൂക്കിലെ കാവൂർ എന്ന സ്ഥലത്ത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് SSFനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കർണാടകയിലെ മംഗളൂർ താലൂക്കിൽ കാവൂരിനടുത്തൊരു കൊച്ചു പ്രദേശമാണ് മുറ അഥവാ അംബികാനഗർ. ഇവിടെ കഴിഞ്ഞ 7-ാം തീയതി ബുധനാഴ്ച രാത്രി പ്രദേശത്തെ കൊമ്പോടി ഹസനബ്ബ എന്ന ആളുടെ മകൻ 55 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് എന്നയാൾ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ SSFന്റെ പ്രവർത്തകരാണ് കൊല ചെയ്തത്. ഇത് ആസൂത്രിതമാണെന്നും ഇതിന്റെ പിന്നിൽ കാന്തപുരം വിഭാഗത്തിന്റെ ചില പ്രമുഖരുണ്ടെന്നും തുടങ്ങിയ ആരോപണങ്ങൾ ചില പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിക്കുന്നുണ്ട്. അംബികാനഗറിൽ അബ്ദുൽ നാസർ എന്ന ആളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൊലയാളി എന്നറിയപ്പെടുന്ന ഈ അബ്ദുൽ നാസർ ഒരു കാലത്തും SSFന്റെ പ്രവർത്തകനോ മെമ്പറോ അനുഭാവിയോ അനുയായിയോ ഒന്നുമായിരുന്നില്ല. അയാൾക്ക് ഇപ്പോഴോ മുമ്പോ സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല. മുഹമ്മദും നാസറും തമ്മിലുള്ള വഴിതർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കൊലക്ക് കാരണമെന്നാണ് എല്ലാ പത്രങ്ങളും എഴുതിയത്. അങ്ങനെയാണ് പോലീസുകാർ അവർക്ക് റിപ്പോർട്ട് കൊടുത്തത്. ഇതുപോലെയുള്ള വഴിതർക്കമോ വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലാതെ ഇതിൽ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല എന്ന് തീർത്തു പറയാൻ സാധിക്കും. അത് അവിടെ അന്വേഷിച്ചാൽ സംഘടനയുടെ വിരോധികളല്ലാത്ത എല്ലാ ആളുകളും അത് തുറന്നു സമ്മതിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ഈ കൊലയാളിയായ നാസിറിന് സംഘടനയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ബന്ധമോ മെമ്പർഷിപ്പോ അതുമായി ബന്ധപ്പെട്ട ഒന്നും ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ നാസിറിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 യുവാക്കൾ അവർ യഥാർത്ഥത്തിൽ ഈ കൊലയിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു നിലക്കും ബന്ധപ്പെട്ടവരല്ല. ആ പ്രദേശത്തുകൂടി അവർ നടന്നു പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ആരോ കണ്ടിരുന്നു എന്നത് മാത്രമാണ് അവരെ ഇതിൽ പ്രതികളാക്കി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം. ഇതുമായി ബന്ധപ്പെട്ട് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇവിടെയുള്ള SSF ദക്ഷിണ കന്നഡ ജില്ലാ SP-ക്കും DC-ക്കും കംപ്ലൈന്റ് നൽകുകയും വിഷയങ്ങളൊക്കെ വിശദീകരിക്കുകയും യഥാർത്ഥ പ്രതികളെ പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ പുറത്തുവരും. ഇത്തരം കള്ളപ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ ന്യൂസ് ലോകത്തിനു മുമ്പിൽ എത്തിച്ചുകൊടുത്ത് സത്യം വെളിപ്പെടുത്താൻ സഹായിച്ച KMIC-ക്കും അതിന്റെ ശ്രോതാക്കൾക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. കർണാടകയിലുടനീളം കാന്തപുരം ഉസ്താദിനും സുന്നി പ്രസ്ഥാനത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ വളർച്ചയിൽ വിറളി പിടിച്ച മംഗലാപുരം ഭാഗത്തുള്ള ഏതാനും SK-ക്കാരാണ് ഇത്തരം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെന്ന് കർണാടക സ്റ്റേറ്റ് SSF പ്രസിഡന്റ് ഷാഫി സൈദി നന്ദാവര പ്രസ്താവനയിലൂടെ അറിയിച്ചു.